ഇതാരോട് ജോർജ് കുട്ടിയാണ് സാർ. പറിച്ചു വെച്ചേക്കുവാ കേട്ടോ. ജോർജ് കുട്ടീനെ ഇഞ്ചി പറിച്ചു വെച്ചേക്കുവാ. ആരാ മനസ്സിലായില്ല? മനസ്സിലായില്ല? ഇല്ല. ഐ ആം സേതുരാമർ ഫ്രം SBI. ഞാൻ SBI ലോൺ എടുത്തിട്ടില്ല. ലോൺ എടുക്കാൻ വന്നോളൂ സാറേ. SBI അല്ല സാറ് CBI. ഓ, എനിക്ക് എസും സിയും തെങ്ങും മറിഞ്ഞു പോകും. അപ്പൊ ബി അറിയത്തില്ലേ? ഈ സെന്ററിൽ കിടക്കുള്ളേ, മറിയാനുള്ള സ്പേസ് ഇല്ല. സാറേ CBI എന്ന് പറ സാറേ. ജോർജുട്ടി, ഇയാൾ ഇങ്ങനെ നിൽക്കണേ. ഇയാളെന്താണോ ഇങ്ങനെ നിൽക്കുന്നത്? ഞാൻ ക്യാരറ്റ് പിടിച്ചാണ് സാർ. കാറ്റ് പിടിച്ച് നിൽക്കാൻ താൻ ആ മുയലാണോ? സാറേ എന്താണ് സാറേ ഇത്തോടെ സ്റ്റാൻഡേർഡുള്ള കോമഡി പറ സാറേ. സാറൊന്നല്ല ഒരു CBI അല്ലേ? ആര് പറഞ്ഞു ഞാൻ CPI? ഞാൻ കേരള കോൺഗ്രസ് ക്യൂ ആണ്. കേരള കോൺഗ്രസ്. സാറെ പൊളിറ്റിക്സ് അല്ല പറഞ്ഞ സാർ ഒരു CBI അല്ലേ? കുറച്ചുകൂടെ സെറ്റപ്പ് സാർ. മിസ്റ്റർ ജോർജുട്ടി, വരുന്നെന്ത് പറ്റി? എനിക്ക് വരുന്നറിയാമോ? എനിക്ക് വരാനും അറിയാം, പോകാനും അറിയാം സാർ. ചമ്മിയല്ലോട് രാവിലെ. സാറിന്റെ മുഖം ചമ്മിയ പോലെ ഇരിക്കണം, അതുകൊണ്ടാണ്. എല്ലാരും ചമ്മിച്ചില്ല. ഇല്ലെന്ന് സാർ ചെല്ലു. മിസ്റ്റർ ജോർജുട്ടി, തനിക്ക് വരാനും പോകാനും അറിയാമെന്നല്ല ചോദിച്ചത്. പിന്നെ മരിച്ച വരനെ അറിയാമോന്ന്? സാറേ ഫോൺ വന്നു സാറേ. ഓ, ഈ മരിച്ച വരന് 100 ആയുസ കേട്ടോ. അതിനാ സാറേ? അവന്റെ പേര് പറഞ്ഞപ്പോഴേ അവന്റെ അച്ഛൻ കളക്ടർ പ്രഭാകരൻ വിളിക്കുന്നു. എടുക്ക് സാർ, എടുക്ക്. ഹലോ, CBI സേതുരാമൻ സ്പീക്കിംഗ്. അമേരിക്കയിലുള്ള കസിന്റെ വീട്ടിലേക്ക് പോവാണ്. പോകുന്നതിന് മുൻപ് വരുണിന് എന്താണ് സംഭവിച്ചെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ. ആയിക്കോട്ടെ. വീട്ടിൽ വരുന്ന ഓരോ ഫോൺ കോളും എനിക്ക് മനസ്സിലായി. ഫോൺ കോളും കോളിംഗ് ബെല്ലും വരുന്നതായിട്ട് തോന്നുന്നു അല്ലേ? അതല്ലേ? അതെ. എന്റെ പൊന്നു പ്രഭാകർജി, ഞാൻ വന്നിട്ട് പണിക്കിറങ്ങിയേ ഉള്ളൂ സൈറ്റിൽ. എന്ത് തെളിവ് കിട്ടിയാലും ഞാൻ അങ്ങോട്ട് വിളിച്ചു പറയും. വെറുതെ ഇങ്ങോട്ട് വിളിച്ച് ശല്യം ചെയ്യല്ലേ. ക്ഷമിക്കണം കേട്ടോ. അയ്യോ, ക്ഷമിച്ചേക്കാം. ഈ കേസ് ഏറ്റെടുത്ത് അന്ന് തുടങ്ങി ഫോൺ ചെയ്യത്തുള്ള ശല്യം അറിയാമോ? ഇവന്റെ നമ്പർ നോക്കിയതൊക്കെ ഇവനെ അങ്ങോട്ട് വിളിക്കുന്ന എനിക്കൊന്നും അറിയണം. അതാണ് സാർ നല്ലത്. ചോദിക്കും സാറേ. ജോർജുട്ടി, സാർ എന്താണ് സംഭവിച്ചത്? പറഞ്ഞു സാർ. ഭാര്യയും 2 മക്കളുമുള്ള ഒരു കൊച്ചു വീടാണ് സാറിന്റെ. അതിലേക്ക് ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി കടന്നു വന്നു. അതാ പെട്ടു. ക്ഷണിക്കപ്പെടാതെ അത് വീട്ടിലേക്ക് വന്ന് കയറിയാ പെട്ടുപോകും. രാത്രിയാണെ പ്രത്യേകിച്ചും വല്ലതും വെച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ ഒറ്റ സൊല്യൂഷൻ ഉള്ളൂ, ഒരു കോഴിനെ പിടിച്ച് കറി വെക്കുക, കപ്പ കുറച്ച് മുഴുങ്ങുക, സെറ്റ് ചെയ്യും. ചിക്കനും കപ്പ ഉണ്ടാക്കണ കാര്യം പറയും സാർ. എന്തോ ഈ പിന്നെ പറയുന്നത്? ഒരു അതിഥി വീട്ടിൽ വന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടോ? തന്നെ വീട്ടിൽ ആദ്യം വന്ന് താങ്ക് കോഴി വെച്ച് കൊടുക്കുകയല്ലോ. ഞാൻ പന്നി വളർത്തി കൊടുക്കും. അത് ശരി. അപ്പൊ താനിക്ക് പന്നി ഉണ്ടാക്കി കൊടുക്കാം. ആ പാവപ്പെട്ട കോഴി വെച്ച് കൊടുത്താണോ കഴിക്കാൻ വെള്ളോ? ഇവനെ ജോർജുട്ടി, തനി കോഴിയോ ബീഫോ ചിക്കനോ മേടിച്ചോ, ഞാൻ പൈസ തരും. ഈ പന്നൻ പച്ചക്ക് കൊടുക്കത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം നിന്നപ്പോ ഇവൻ ചക്കപ്പുഴുക്കും മത്തിക്കറി കഴിച്ചിട്ട് എനിക്ക് തുള്ളി തന്നില്ല. എന്താണ് സാറേ പറയുന്നത്? സാറ് കേസ് അന്വേഷിക്കാൻ വന്നതാണ്, ചിക്കൻ ഉണ്ടാക്കാൻ വന്നതല്ല. കേസിലേക്ക് വാ സാറേ. പ്രതീക്ഷിക്കാതെ അതിന് വന്നപ്പോ എന്റെ കയ്യിൽ നിന്ന് പോടും. സാറേ എനിക്കൊരു അവസരം എന്താ സാറേ? ഈ പന്നിനെ കൊണ്ട് ഞാൻ പുല്ല് പോലെ ഈ സഹദേവം പറയിക്കാം. താൻ മാറിക്കും. എടോ, ദൃശ്യം മണ്ണിൽ തനിക്ക് സമയം തന്നാണോ? താൻ വല്ലതും ഉണ്ടാക്കിയോ? തന്റെ അടുത്തേട്ടാ കേസ് കളിയാതെ പോയി. താൻ ഒറ്റ കണ്ട ദൃശ്യം 2 വരെ കണ്ടു വന്നു. എത്ര രൂപ ചെലവായെന്നറിയോ? ഒരു അവസരം എന്താ സാറേ? ഇവനെ തത്ത പറയിക്കണ ഈ സഹദേവം പറയിക്കും. താൻ പറയിക്കും. എന്നാ പണയ്ക്ക് കാണട്ടെ. ചാക്കോ, സ്റ്റോപ്പ് ഇറ്റ്. എന്നാ സാറേ? കൈകെട്ടാനുള്ള പേറ്റന്റ് ഇരിക്കാം. എടാ ജോർജ് കുട്ടി, ചോദിക്കുന്നതിന് സത്യസന്ധമായിട്ടുള്ള ഉത്തരം പറയണം. നിന്നെ ഞാൻ വെറുതെ കൊടുത്തില്ല. പറയടാ, മെയ് 2-ാം തീയതി എന്താണ് സംഭവിച്ചത്? അല്ല, സെപ്റ്റംബർ 2-ാം തീയതി എന്താണ്? ഒക്ടോബർ ആണ് സാറേ. ഒക്ടോബർ ആദ്യം കർക്കടകം ഇതിനാണോ സാറേ? എടാ കാല, നീ എന്നാലും ഓഗസ്റ്റ് 2 പറയല്ലോ. കിട്ടിപ്പോയി. സത്യം പറയണം. ഓഗസ്റ്റ് 2-ാം തീയതി എന്താണ് സംഭവിച്ചത്? എനിക്ക് ഓർമ്മയില്ല സാർ. ഓർമ്മശക്തിക്ക് വലിയ ചന്ദ്രനാദി ബെസ്റ്റാ. മമ്മൂട്ടി ചമ്മില്ലേ? ഇതാണ് പറയുന്നത്, തലയിരിക്കുമ്പോ വാലാടണ്ട. വാല അനങ്ങിയാ കുഴപ്പമുണ്ടോ സാർ? വാല അനങ്ങണ്ട, ചത്തതുപോലെ കിടന്നാ മതി. എങ്ങനെ ചോദിക്കണം, ഞാൻ കാണിച്ചു. ജോർജുട്ടി, അന്നെന്താണ് സംഭവിച്ചത് ഓഗസ്റ്റ് 2-ന്? സാർ, പാറപ്പള്ളിയിലെ ധ്യാനം കഴിഞ്ഞിട്ട് ഞങ്ങൾ തൊടുപുഴയിലെ റാണി ഹോട്ടലിൽ പോയി ചിക്കൻ ബിരിയാണി കഴിച്ചു. അയ്യോ, റാണി ഹോട്ടലിലെ ചിക്കൻ ബിരിയാണി എന്നാ ടേസ്റ്റ് അറിയോ? ആടോ, താൻ കഴിച്ചിട്ടില്ലേ? ആ ബിരിയാണിക്കകത്തൊരു മുട്ട ഇരിക്കും, അതാണ് അതിന്റെ ഹൈലൈറ്റ്. സാറേ, എല്ലാ ബിരിയാണിക്കകത്തും മുട്ട ഇല്ല സാറേ. ആര് പറഞ്ഞു ബിരിയാണിക്കകത്ത് മുട്ട ഉണ്ട്? ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച കഴിച്ചിട്ട് എനിക്ക് മുട്ട കിട്ടിയില്ല അവിടുന്ന്. ആ, തനിക്ക് കിട്ടത്തില്ല. ഹോട്ടലിൽ കയറുമ്പോ വെയിറ്റർ വന്ന് നമ്മുടെ അടുത്ത് നിൽക്കുമല്ലേ, അപ്പൊ അവന്റെ മുഖത്ത് ചോദിക്കണം മുട്ടയുണ്ടോ. അപ്പൊ അവൻ മുട്ട ഉണ്ടെന്ന് പറഞ്ഞാല് ബിരിയാണി ഓർഡർ ചെയ്യാവുള്ളൂ. സാർ എന്താണ് സാറേ മുട്ടയില്ലാത്ത ബിരിയാണി തന്നെ കേസ് മുഴുവൻ ചീറ്റി പോണത്? തനിക്ക് മുട്ട കിട്ടി? എനിക്ക് കിട്ടി. CBI ആണ് സാറേ. നമ്മൾ കേസ് അന്വേഷിക്കാൻ വന്നാണ്. ബിരിയാണിയുടെ മുട്ട വീട് സാറ് ചെല്ലു സാറേ. മിസ്റ്റർ ജോർജ് കുട്ടി,
ബിരിയാണി കാണിച്ച് CBI വഴിതെറ്റിക്കാമെന്ന് കരുതണ്ട. പിന്നീട് എന്ത് സംഭവിച്ചു? സാർ ഞാനും ഭാര്യയും മക്കളും കൂടി അവിടുത്തെ ലോഡ്ജിൽ ഒരു റൂം എടുത്തു. അടിപൊളി. ബിരിയാണി കഴിച്ചാൽ ചെറിയൊരു ക്ഷീണം വരും. ലോഡ്ജിൽ പോയി 2 റൂം എടുത്തു. പിള്ളേര് 2 വേറെ റൂമിൽ, ഇവർ 2 ഒരു റൂമിൽ. സാർ അങ്ങനെ വേറെ റൂമിൽ പിള്ളേര് പ്രായമായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ആടും. 2 റൂം എടുത്തിട്ട് പറയൂ. സാറേ 2 റൂമല്ല, ഞാൻ ഒരു റൂമേ എടുത്തുള്ളൂ. ഒരു റൂം എടുത്തുള്ളൂ. എന്തിനാണ് ആ കാശ് ചുമ്മാ കളഞ്ഞ? ആ കാശ് കൊടുക്കുന്ന ഓട്ടോ വിളിച്ച് വീട്ടിൽ പോയി 2 റൂമിൽ കിടന്നാ പോരാ. സോറി സാർ. സാറേ ഫോണിൽ മെസ്സേജ്. അയ്യോ, ഒരു പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് വാട്സപ്പിലേക്ക് വോയിസ് മെസ്സേജ്. വാട്സപ്പിൽ മെസ്സേജ് എടുക്കും. സാറിന്റെ വല്ല കേസ് കേട്ടായിരിക്കും. അല്ല കേസിന്റെ എന്തെങ്കിലും സംഭവമായിരിക്കും സാറേ. കേട്ട് നോക്കാം. കേട്ട് നോക്കൂ സാറേ. അമേരിക്കയിലുള്ള അച്ഛന്റെ വീട്ടിലേക്ക് പോവാണ്. പോകുന്നതിന് മുൻപ് വരുണിന് എന്താ സംഭവിച്ചെന്നറിയാനുള്ള ഒരു ആകാംക്ഷ. വീട്ടിൽ വരുന്ന ഫോൺ കോളും ഇതിന്റെ ശബ്ദവും. സാറേ കോളിംഗ് ബെല്ലിന്റെ കാര്യം പറയുന്നു. ഞങ്ങൾ അവന്റെ ബെല്ലി ആ വാട്സപ്പ് അങ്ങ് അന്വേഷണം ചെയ്തേ. ചെയ്യാം സാറേ. ഇതാക്കോ, എത്രയും പെടുത്ത ഒരാളെ പറഞ്ഞു വിട്ട് അവന്റെ ലാൻഡ് ഫോണും കോളിംഗ് ബെല്ലും കട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. കട്ട് ചെയ്യാം സാറേ. കട്ട് ചെയ്യാം. ജോർജ് പറയൂ, എന്താണ് സംഭവിച്ചത്? സാർ ഭാര്യയും 2 മക്കളും ഉള്ള ഒരു കൊച്ചു കുടുംബമാണ് സാർ ഇത്. പിന്നെ ഞാൻ വീട്ടിൽ ഫാം നടത്തുമല്ലേ. എല്ലാവർക്കും ഇതേ ഉള്ളൂ. ഒരുത്തനോട് ചോദിച്ച അമേരിക്ക, ഒരുത്തനോട് ചോദിച്ച അവന്റെ കൊച്ചു കുടുംബം. ഇതെന്നാണോ ഇത്? കഷ്ടമാണ് ചക്കോ. ഇങ്ങോട്ടൊരു, ഇവൻ നമ്മൾ ഉദ്ദേശിച്ച ഒരാളല്ല സാറേ. ഇവൻ ജോർജ് കുട്ടിയാണ്. എന്റെ ദൈവമേ, കേസ് ആണോ? പിന്നെ സാർ ഇവൻ നമ്മൾ ഉദ്ദേശിച്ച ടൈപ്പ് ഒരാളല്ല. അത് പറ. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഇവന്റെ പുറകെ അല്ല, ഇവൻ നമ്മളുടെ മുമ്പെയാണ്. അത് രണ്ടും ഒന്നല്ലേ സാറേ? ആയിക്കോട്ടെ. എടോ, എനിക്ക് ഡയലോഗ് ഇല്ലാതെ പുഴുക്കണ്ടെന്ന് കരുതി ഞാൻ കൈ നിട്ട് പറഞ്ഞു. അതിൽ പിടിച്ച ആടല്ലേ. ഇല്ല, പറഞ്ഞു സാറേ പറഞ്ഞു.